ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂടൂത്ത് മിനി സ്പീക്കർ. പ്രോബ്ലം ചാർജ് കയറുന്നില്ല. ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ ഷോ ആവുന്നുണ്ട്, ഒരു ആംബിയറും എടുക്കുന്നില്ല. അതിനർത്ഥം ബാറ്ററിയിലേക്ക് ചാർജ് സ്റ്റോർ ആവുന്നില്ല എന്നാണ്. അതുകൊണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആവുന്നുമില്ല. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്ന നെറ്റ് ഇതേപോലെ റിമൂവ് ചെയ്ത് 4 സ്ക്രൂ കൂടെ റിമൂവ് ചെയ്താൽ ഇതേപോലെ ഫ്രെയിം പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇനി ഈ കാണുന്ന 3 കണക്ടറുകളും ഇതേപോലെ റിമൂവ് ചെയ്താൽ ബോർഡ് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടും. ഇനി ബോർഡിന്റെ ഇരുവശവും പ്രോപ്പറായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും കമ്പോണന്റ് ഡാമേജ് ആയിട്ടുണ്ടോ, ഇനി കത്തിപ്പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലവും കാണുന്നില്ല. ഇനി നമുക്ക് ബോർഡിൽ ചാർജ് കണക്ട് ചെയ്ത് ബാറ്ററി കണക്ടറിന്റെ ഔട്ടിൽ വോൾട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വോൾട്ടും എത്തുന്നില്ല. അതിനർത്ഥം ചാർജിങ് സെക്ഷനിലെ ഏതോ ഒരു ലൈൻ മിസ്സായിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഇതൊന്ന് 1 ആയി ചെക്ക് ചെയ്ത് നോക്കാം. ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നത് കൊണ്ട് ചാർജിങ് കണക്ടറിന്റെ ഔട്ട് വരെ വോൾട്ട് എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. ചാർജിങ് കണക്ടറിൽ നിന്നും നേരെ കണക്ഷൻ പോകുന്നത് ഈ ഒരു ഡയോഡിലേക്കാണ്. ഡയോഡിന്റെ ഇൻപുട്ട് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് പ്രോപ്പറായി കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായി വോൾട്ട് കാണിക്കുന്നില്ല. അതിനർത്ഥം ഈ ഒരു ഡയോഡ് ഡാമേജ് ആണ് എന്നാണ്. എന്തായാലും അയൺ ഉപയോഗിച്ച് ഡയോഡ് ഇതേപോലെ റിമൂവ് ചെയ്ത് ഡയോഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ സെറ്റ് ആക്കിയതിനു ശേഷം ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു വാല്യൂം കാണിക്കുന്നില്ല. അതിനർത്ഥം ഈ ഒരു ഡയോഡ് ഡാമേജ് ആണ് എന്നാണ്. ഇനി മറ്റൊരു ബോർഡിൽ നിന്നും ഇതേ സെക്ഷനിലുള്ള ഒരു ഡയോഡ് ഇതേപോലെ റിമൂവ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഫോർവേഡ് ബയാസിൽ വാല്യൂ കാണിക്കുന്നുണ്ട്, റിവേഴ്സ് ബയാസിൽ വാല്യൂ കാണിക്കുന്നില്ല. അതിനർത്ഥം ഈ ഡയോഡ് ഓക്കെ ആണ് എന്നാണ്. ഇനി ഈ ഒരു ഡയോഡ് ബോർഡിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ചാർജ് കണക്ട് ചെയ്ത് ബാറ്ററിയുടെ ഔട്ട്പുട്ടിൽ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് പ്രോപ്പറായി കാണിക്കുന്നു. അതിനർത്ഥം ചാർജ് ഓക്കെ ആയി എന്നാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ വോൾട്ട് കടത്തിവിടൂ. ഫോർവേഡ് ബയാസിൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡയോഡ് റിമൂവ് ചെയ്യുമ്പോൾ ഡയോഡിന്റെ പൊസിഷൻ നോക്കി വെക്കൽ നല്ലതാണ്. ഇനി എങ്ങനെയാണോ സ്പീക്കർ ഓപ്പൺ ചെയ്തത് അതേപോലെ റീഫിക്സ് ചെയ്തതിനു ശേഷം ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്, ആംബിയറും എടുക്കുന്നുണ്ട്. അതിനർത്ഥം ബാറ്ററിയിൽ സ്റ്റോർ ആവുന്നുണ്ട് എന്നാണ്. ഇനി ഓൺ ആക്കി ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായി വർക്കാവുന്നുമുണ്ട്.